വാട്സ്ആപ്പ് ഗെയിമേഴ്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റേ ഇപ്പോൾ ഒരു കുഴിക്കണ ഗെയിമുണ്ടല്ലോ, PC വേർഷനൊക്കെ എല്ലാവരും കളിക്കലുണ്ട്. എ ഗെയിം ഓവർ ഡിഗിങ് എ ഹോൾ, അതിൻ്റെ മൊബൈൽ വേർഷനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതാക്കിയിട്ട് എങ്ങനെയാണെന്നൊന്ന് നോക്കാൻ ഒരു 2 കുഴി ഇവിടെ കുഴിച്ചിട്ടുണ്ട്. അതറിയാം. നമുക്കിത് അവിടെ ഹീലിങ്, ഡൈനാമൈറ്റ്, ചാർജിങ്, അപ്ഗ്രേഡ്, ഷോപ്പ് അറിയില്ല ഗൈസ്. നമുക്കിവിടെ കുഴിച്ച് തുടങ്ങിയല്ലേ, അപ്പോൾ നമുക്ക് കുഴിച്ച് തുടങ്ങാം. PC വേർഷനത്തെ ഗെയിമൊക്കെ നല്ല ചെറിയ കുഴി എടുക്കാം. കല്ലപ്പോൾ എങ്ങനെ എടുക്കുക അറിയില്ലക്ക്. ഇതിലെടുക്കണ ബട്ടൺ ഇല്ല സത്യം പറഞ്ഞു. ഇപ്പം എങ്ങനെ എടുക്കുക? അപ്പം ഞാൻ എങ്ങനെ എടുത്ത് നിൽക്കുമ്പോൾ അറിയില്ല. അവിടെ പിടിച്ചേക്കി അത് കൈ വന്നു. അടിയിൽ പോയേക്കാം. അതിൽ കുറേ കിട്ടണമല്ലോ. ടൈം ക്യാൻ അടിയൊക്കെ കുഴിച്ചാൽ ക്ലിയർ ആക്കണ്ടേ, അതിനൊക്കെ പാത്രം. ഞാൻ പറഞ്ഞില്ലേ ടിൻ ക്യാൻ. അയ്യോ, ആ കുഴിന്നൊക്കെ എങ്ങനെ കയറി കൈസ്. നമുക്ക് കൊണ്ട് സെല്ല് ചെയ്യാം. അയ്യേ, $1 $2 എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, പറയുന്നുണ്ട്. അയ്യോ ഷവര് $1. ആർ യു ഹാവിങ് ഫൺ? യെസ്. ഓക്കെ, ചാർജില്ല. $1 ഉണ്ട്. ഓക്കെ, ഇപ്പം ചാർജായി. ഫുൾ ചാർജ്. നല്ല കുറേ കുഴി. എന്താ ഒന്നൊന്ന് നമുക്ക് കാണിച്ചു തന്നെയാണ്. നമ്മളെ ആ സാധനം ഫുള്ള് മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഫുള്ള് കുഴിച്ചെടുക്കണം, അല്ല നമുക്ക് കിട്ടുള്ളൂ. എന്ത് വലിയ കുഴിയാണ് കൈസ്. ഉണ്ടോ ഈ സൗണ്ട് കുഴിക്കണേ? അതിൽ പോകുന്നു. അയ്യോ, ഇങ്ങനെ കയറുക. കയറണമെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കേണ്ടി വരും തോന്നുന്നു. അമ്മതേ അവസ്ഥയൊക്കെ ഉണ്ടായില്ല. നമുക്കിങ്ങനെ നേരെ അടിക്ക് ഇങ്ങനെ കുഴിച്ചു പോവാം. അയ്യോ, ഇവിടെ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് മറ്റേ സാധനം ഒന്നും ബ്ലിങ്ക് ചെയ്യാത്തത്. ഞാൻ പെട്ടിരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവട്ടെ. രക്ഷപ്പെട്ടു. ഇതിപ്പോൾ എങ്ങനെ കയറുക? നമ്മളെ ഇതിങ്ങനെ കുഴിക്കേണ്ടിയിരുന്നില്ല. വലുതാകാം. ഞാൻ സ്ട്രെയിറ്റിന് കുഴിച്ചാലേ ആകെ ഇതാവും, പ്രശ്നമാവും. You found the piano, dig it up to get the reward. ഞാൻ അങ്ങനെ കുഴിക്കണതിൻ്റെ കാരണേ അവിടെ കുറേ സാധനങ്ങൾ കിട്ടും. മണി ബാഗ്. യെസ്. ബാറ്ററി സ്ലോ. നമ്മളിപ്പോൾ എങ്ങനെ കയറും? അതൊക്കെ ഞാൻ കണ്ടിരുന്നു, ബാറ്ററി ലോ ആണെന്നുള്ളതൊക്കെ. റെഡി. ക്രിട്ടിക്കൽ ബാറ്ററി. നമ്മൾ മുകളിലെത്തിയിട്ട് നമുക്ക് സെല്ല് ചെയ്യാം. ഞാൻ കുഴിച്ച ഒരു വൃത്തികെട്ട കുഴി. $1 തന്നെ കിട്ടും. ഇതാണ്ട് ബാറ്ററി ഇതാക്കാം. അയ്യേ, 88 ആയിട്ടുള്ളൂ. $1 കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ കോഴിക്കോടൊക്കെ ആർക്കെങ്കിലും പോകാൻ വയ്ക്കുമോ? എന്ത് കുഴിയാണെന്ന് നിൽക്കും പോലും അറിയില്ല. മനുഷ്യന്മാർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറാൻ പെടാപാട് വിടും. ഉണ്ടോ എങ്ങനെയൊക്കെ ഞാൻ ഇപ്പോൾ മഞ്ഞ് കയറി. ഫുള്ളി കുഴിച്ചെടുക്കണം. ഇതെങ്ങനെ കുഴിച്ചെടുക്കാനാ? അടിയിലും മുകളിലും എന്താ സാധനം? അയ്യോ,
നമ്മള് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പൊറ്റിന് ഇത് എത്ര വലുപ്പാടാ. ഇത് ഒടുക്കത്തെ സാധനമാണ്, എന്തോ വലിയതാണ്. ഇതെങ്ങനെയെങ്കിലും കിട്ടുമോ? എന്നെങ്ങാനും കിട്ടുമോ? ബാറ്ററിയില്ലോ അവിടത്തെ പണിക്കണ്ട. ഹൈവ കോള് ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ ഇത്ര മുകളിലുണ്ടായിരുന്ന സാധനം എന്തായാലും എടുത്തിട്ട് പോവാം. മെറ്റീരിയൽ ഫുഡ് എന്തായാലും പൈസ കിട്ടുമല്ലോ. എന്നാൽ പിന്നെ കൊയ്യോ നിലത്ത് പോണു. ഇവിടുന്ന് എങ്ങനെ കയറുമെന്നൊക്കെ അറിയില്ല. അയ്യോ ആ ടിക്കാനും കൂടി എടുക്കാം. ഓക്കെ ഞാൻ ഇവിടെ പെട്ടു. അല്ല ഞാൻ ഇപ്പം എന്തോ അറിയാനാ. മുകളിലേക്ക് കയറി തരാൻ പറ്റൂല. ഇപ്പം ഞാൻ എന്താ കാട്ടണ്ടേ? നമുക്കിവിടെ ഒരു വഴി ഉണ്ടാക്കാം. പറ്റുമോ നോക്കാം. അയ്യോ ടിനിക്കാന് എടാ ടിനിക്കാന് ഉപരജി. അത് ഇൻവെൻട്രി ഈസ് ഫുള്ള്. വെറുതെ അല്ല, ഇൻവെൻട്രിയും ഫുള്ളായി. ബാറ്ററി ഇല്ല. ഫൈനലി എങ്ങനെയൊക്കെ തപ്പി പിടിച്ച് കയറി. എനിക്ക് കുറേ സാധനം കിട്ടിയിരുന്നു, അതുകൊണ്ട് ഭാഗ്യം. എല്ലാതാ ഇത്രോളം 4 നമ്മൾ ഫുള്ളാകാം. എന്നൊക്കെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് എടുത്തിട്ട് തരാം. എടുക്കാം. അയ്യോ ഞാൻ എങ്ങനെ മുകളിൽ കയറും? മുകളിൽ കയറാനാണ് പണി. ഇവിടെ ഒരു സ്റ്റോൺ കണ്ടിരുന്നല്ലോ. ഇതൊക്കെ നമുക്ക് ഈ സാധനം എടുത്തിട്ട് പോവാം. ഇൻവെൻട്രി ഒന്ന് വേഗം അപ്ഗ്രേഡ് ചെയ്യണം. അതെന്നെ പറ. അയ്യോ ഇപ്പം ഞാൻ പൊളിച്ചു. എൻ്റെ തലേൻ്റെ മുകളിൽ പൊളിച്ചത്. നമുക്ക് പോയിട്ട് സെല്ലാകാം. ഈ $3 നമുക്കിപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? നമുക്കൊരു ജെറ്റ് പാക്ക് അത്യാവശ്യമാണ് ഗൈസ്. പൈസയും കഴിഞ്ഞു ഗൈസ്. അയ്യബാ ബാറ്ററി റീചാർജ് ചെയ്യാൻ പൈസ ഇല്ല. ഈ സാധനം എങ്ങനെയെങ്കിലും മാന്തി കിട്ടിയെങ്കിൽ ഓ ഓ പ്ലീസ് എനിക്കിത് വേണം. ടിനിക്കാൻ വിറ്റിട്ടെങ്കിലും പൈസ ഉണ്ടാക്കാം. ഈ സാധനം ഒന്ന് കിട്ടുമിക്ക് തോന്നി ഗൈസ്. അടുത്ത് ടിനിക്കാന് ഇതെന്തോ അതൊക്കെ ഇവിടുന്ന് ചാടി തന്നെ ഒന്ന് കുഴിച്ചപ്പോൾ വെറുതെ വന്നു. എടാ മോനെ ജെറ്റൊക്കെ ഇവിടെ അയ്യോ ആണ്ടോ പുറത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ എവിടുന്ന് തന്നെ അടുക്കാനുള്ളത്? ഇവിടുത്തെ നിർത്തിയില്ലേ. നമുക്ക് ഈ ഉമ്മച്ചിരിക്കണതൊക്കെ അങ്ങോട്ട് ഇതാക്കാം. തള്ളിക്കളയാം. കുറച്ച് ബാറ്ററി ബാക്കി വാങ്ങാം. അയ്യോ ഇതിന് ഞാൻ എങ്ങനെയെങ്കിലും ചാടി പുറത്തേക്ക് ഇറക്കാം. പുറത്തിറങ്ങണ്ട, ഇതിന് മുകളിൽ കയറട്ടെ. നമുക്ക് ആ റോക്ക് എടുത്തിട്ടെങ്കിലും പോവാം. അയ്യോ ഇൻവെൻട്രി ഫുള്ളായി. എടാ മുകളിലെത്തടാ. ഞാൻ വിചാരിച്ചപ്പോൾ ചാവുന്നേ. ഇഷ്ടം $3 മനുഷ്യവിടെ പട്ടിണിയില്ല. $2 $3 ഫുള്ളായത്. അയ്യോ ഈ സാധനം ഞാൻ ഇപ്പം എങ്ങനെ എടുക്കും? ഞാനേ അതിൻ്റെ മുകളിൽ ചാടിയിട്ട് അപ്പത്തൊന്ന് ക്ലിയർ ആക്കട്ടെ. അയ്യോ ഞാൻ ഇവിടെ പെട്ടു. എടാ കേസായി പണി പോയി. ഞാൻ നേരത്തെ ദീ കൂടെ അല്ലേ കയറിയത്. ജെട്ടാക്കി വെച്ചിട്ടല്ലേ കയറിയത്. നേരത്തെ അറിഞ്ഞില്ലേ വഴി ബ്ലോക്ക് ആയിക്കണമെന്നല്ല. വഴി ബ്ലോക്കരേ പിയാനോ. ഈ പിയാനോ ആണ് ഈ സാധനം കാണിക്കുന്നത്. പിയാനോ തന്നെയാണ് ഇത്. ഉറപ്പാ ഷൂവാ. ഷൂവൊക്കെ കൈസ് ആരെങ്കിലും ഷൂവൊക്കെ മണ്ടടി കുഴിച്ചിടുമോ? ഈ പൊട്ടം കുഴിച്ചിടും. അല്ല ഈ പൊട്ടനല്ല, ഈ വീട്ടിൽ ഉണ്ടായിരുന്ന പൊട്ടൻ. നമ്മൾ ബുദ്ധിമാനാണ്.
ആ വീട്ടിലുണ്ടായിരുന്ന ഒരു പൊട്ടനായതുകൊണ്ട് നമ്മളാ വീട് വാങ്ങി, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. അപ്പോൾ അതവിടെ കുഴിച്ചുകൊണ്ടിരിക്കും. അടുത്ത ഷൂ, 2 പേരെ ഷൂവും ഇതിനുള്ള അടി കുഴിച്ചിട്ടത് ഒട്ട. ഓക്കെ, എന്താ അടുത്ത ഷൂവ്? ഇതെന്താ ഷൂവിൻ്റെ കല്യാണോ? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നോക്കാൻ പറ്റണം. വാ 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 വാ. നല്ല സ്ഥലമാണ് ഗൈസ്, ഒടുക്കത്തെ സ്ഥലം. എന്താ ചാടി അങ്ങോട്ട് റോഡ് എന്തൊക്കെയോ കിട്ടിക്കണം ഗൈസ്. അയ്യേ 3 ഷൂ, ഒരു ഷൂവിൽ $1. $3 കിട്ടി. ഇതുകൊണ്ട് 2 ചാർജ് ഫുള്ളായില്ല. ഞാൻ ഫുള്ള് പൈസ ഈ ബാറ്ററിക്ക് തന്നെ തീർക്കും തോന്നി. അയൺ കിട്ടി. യെസ്, ഇതെങ്ങനെ പഠിക്കും? യു ഫൗണ്ട് എ ടേക്ക്. 1036 ഗൈസ്. ഇതൊക്കെ 1036. പിന്നെ നമുക്ക് ചെയ്യാനൊക്കെ എത്ര പൈസ ലഭിക്കും? എടുക്കത്തെ സ്ഥലമാണ് ഗൈസ്. അയ്യോ, പിന്നെ നിലച്ചിട്ടില്ല. ആണെങ്കിൽ ഇത് ബാറ്ററി കരിയിക്കുകയാണ്. നമുക്ക് ഈ സാധനം മാറ്റിയെടുക്കാം. ഓക്കെ, അവിടെ അടുത്ത സാധനം കിട്ടി. അതും കൂടി മാറ്റിക്കാം. ഓക്കെ, ഇൻവെന്ററി ഫുള്ളായി. ട്രൈ ഡൈനാമൈറ്റ് 100 എൻ്റെ അടുത്ത് 1000 ഉണ്ട്. ട്രൈ ചെയ്യായിരുന്നു, പക്ഷെ കുറച്ച് ചെയ്യട്ടെ. $7 കിട്ടിയത്. ഫസ്റ്റ് അങ്ങോട്ട് ഫുള്ളാകാം. പിന്നെ ഇതിൽ പോയിട്ട് നമ്മൾ ബാറ്ററി കൂട്ടാം. ബാറ്ററി നല്ല കൂട്ടാം. പിന്നെ ഫ്ലാഷ് ലൈറ്റ് വാങ്ങാം. ഓക്കെ, ഷവല് അതും ആക്കി ഇൻവെന്ററിയും കൂട്ടാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഇതിൽ ഫുള്ളാണ്. ഡൈനാമിക് വാങ്ങണം. വേണ്ട, എന്തോ ഇതും കൊടുക്കാം. ഇത് 100 എല്ലാം 100. ഓക്കെ, നമുക്ക് കുഴിക്കാൻ തുടങ്ങാം. തൊരുമാതിരി ഒരു ഗുണാക്കേൻ്റെ അടുത്തൊരു കുഴി നമുക്ക് കാണാനില്ലേ ഗൈസ്? ഇരുട്ടാണ്, ഫ്ലാഷ് ലൈറ്റ് ഇടട്ടെ. ഇപ്പോൾ കുറച്ചെങ്കിലുമൊക്കെ കാണാൻ അടിക്കാനല്ലേ. ഓ, ഇതെന്താ? അയ്യോ, ഇതെന്താ? എന്ത് സാധനം? നമ്മൾ ഈ സാധനത്തിന് എയറിലാണ് തീർത്താം. എന്തത്? ഇത് എയറിൽ നിൽക്കണ സൂപ്പർമാൻ അല്ല. നിങ്ങൾ ഷവലിൻ്റെ അല്പം ശ്രദ്ധിച്ചു. ഈ കുഴിയിൽ നിന്ന് ഞാൻ എങ്ങനെ കയറുന്നൊക്കെ ഐഡിയ പോലും ഇല്ല. ഒരു സാധനം കിട്ടിയെങ്കിൽ മൈന് കിട്ടി. ഒരു സാധനം കിട്ടിയെന്നെങ്കിൽ എന്ന് പറയുമ്പോൾ മൈന് കിട്ടി. ഓ, അതിൻ്റെ അടിയിലാണ്ടോ ഗൈസ്? അതിൻ്റെ അടിയിലൊക്കെ ഗൈസ്. ഫസ്റ്റ് നമുക്ക് മൈനസ് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഇതൊക്കെ നമുക്ക് എടുത്ത് വിൽക്കാം. ഇതിൻ്റെ അടിയിലുള്ള കേവാണ് കാണിക്കണേ അല്ലേ? വേണ്ടാ, ഡബിൾ അടിക്കണണ്ട. ഈ ബെഡ് കൊണ്ടുപോയിക്കോ. ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാൻ വയ്ക്കൂല ഗൈസ്. അയ്യേ, തുറക്കാൻ വയ്ക്കുമോ? തുറക്കൂല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇത് മൈൻ തന്നെ. മൈനൊന്നല്ല. ഓ, ഇതൊരു കേവാണ്. എന്താ പാമ്പോ? പാമ്പല്ല. നിനക്ക് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് അങ്ങോട്ട് പോവാ. ഇതിലൊക്കെ കിട്ടണ്ടേ? ഞാൻ വന്ന് വെറുതെ ആവും. മൈന് വന്ന് പറഞ്ഞിട്ട്
ഫൈൻഡ് എ പിയാനോ. ഇത് ഫൈൻഡ് എ സ്റ്റാച്ചു. യോ യോ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടി. എന്താ ക്വാർട്സോ, ഷൂവ്, ബോൺ എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഗോൾഡ്, കോള്, ഷൂവ്, റോക്ക്, കോള്. ഇൻവെൻട്രി ഫുള്ളാണ്. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഏതെന്താ ഇത് എന്തെങ്കിലും ഉണ്ടാവോ? എന്തിനാ ഇവിടെ പാറ? ഈ പാറ ഡൈനാമൈറ്റ് പൊട്ടിക്കാൻ വയ്ക്കും. അയ്യോ അത് ഇത്ര സ്ലോ ആയിന്. എന്തിനാ അത് അപ്ഗ്രേഡ് ചെയ്ത് മാക്സിൽ കൊണ്ടുവന്നല്ലോ. പിയാനോ വിറ്റപ്പോഴാണ് മറ്റേ $1000 കിട്ടിയത്. അതുകൊണ്ടൊക്കെ ഇത്ര എത്താൻ വഹിച്ചത്. ഓ 34 ആയിട്ടുള്ളൂ. പൈസ കുറവാണ്. $5. അതെന്താപ്പോൾ ഇത്? ഡൈനാമിറ്റ് വാങ്ങാം. അപ്ഡേറ്റിൽ പോയിട്ട് ജെറ്റ് പാക്ക് എന്തായാലും വാങ്ങാം. പിന്നെ ബാറ്ററി രണ്ടും വാങ്ങാം. ടാപ്പ് ത്രോ അതൊക്കെ ഞങ്ങൾക്കറിയാം. ഹെൽത്ത് കൊണ്ട് ഗൈസ് നമുക്ക് ഇവിടുന്ന് പോട്ടെ. അയ്യടാ പണ്ടാറാം. നമുക്ക് ഇനി ഒന്നുകൂടി മുകളിൽ കയറി ഡൈനാമിറ്റ് ആവും. ഹൈസ് എന്തായാലും ഇവിടെ വന്നതല്ലേ, അപ്പോഴേക്കിനെ ഇവിടെ ലൂട്ടൊക്കെ എടുത്തിട്ട് പോവാം. സിൽവർ അവിടെ എന്തുണ്ട്? വന്നായിട്ടാ ബോണ് ഇങ്ങനെ അടിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ഇവിടുത്തെ റൂട്ടൊക്കെ ഒന്ന് ക്ലിയർ ആകട്ടെ. അടിക്ക് പോവാ. ഈ സാധനങ്ങളൊക്കെ ഞാൻ ഈ കുഴിച്ചാല. അപ്പോൾ ഗൈസ് ഞാൻ റെക്കോർഡ് ചെയ്തതൊക്കെ പോയി. എന്താ ഞാൻ സ്റ്റോറേജ് ഫുള്ളായത് ശ്രദ്ധിച്ചില്ല. റെക്കോർഡിങ് നിന്നു. ആകെ ഇതായി. ഞാൻ ഇതാ കണ്ടോ ഇതിനെ മുകളിൽ ഇത്ര കുഴിച്ചിട്ട്. നിങ്ങൾ കണ്ടത് ഏത് വരെയാണെന്ന് അറിയാം. ഞാൻ കുഴിച്ചത് നിങ്ങൾ കണ്ടത് ഇങ്ങനെ പോയിട്ട് ഇതാ ഈ മൈനൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ട് ഈ മൈനൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ കുറേ ലൂട്ടുണ്ടായിരുന്നു. ആ എടുക്കണേന്ന് നിങ്ങൾ കണ്ടിരുന്നത് ലാസ്റ്റ് അല്ലേ? എങ്ങനല്ലേ? അത് കഴിഞ്ഞിട്ട് കുറേ സംഭവം ഉണ്ടായി. ഞാൻ മൈനിൻ്റെ അടി ഇവിടെ എത്ര സാധനം ഉണ്ടായിരുന്നാ. ഇതൊക്കെ ഞാൻ ക്ലിയർ ആക്കിയതായിരുന്നു. പക്ഷെ പിന്നെയും ഇങ്ങനെ കുഴിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നതാണ്. ഇൻവെൻട്രി ഫുള്ളായി. ഇപ്പോൾ ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഡീക്ക് ഇവിടെ ഒരു കുഴി കണ്ടില്ലേ, കൈ കണ്ടില്ലേ? ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. അങ്ങനെ കുഴിച്ച് ഇങ്ങനെ വരികയെന്ന്. ഇവിടുന്ന് ഇങ്ങനെ കുഴിച്ച് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ എത്തിയപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ കുഴിച്ചിങ്ങനെ പോയപ്പോൾ ഇവിടെ അടിയിക്കേന്ന് ഇങ്ങനെ കുഴിച്ച് പോയപ്പോൾ ഇവിടെ ഒരു വലിയ പാറയുണ്ട്. ഞാൻ ഫസ്റ്റ് ഈ അടിയത്തെ ഭാഗം മാത്രം കണ്ടിട്ടുള്ളൂ. എന്നിട്ട് ഇത് ഫുള്ള് കുഴിച്ചുണ്ടാക്കിയിട്ട് നമ്മൾ ഇതിങ്ങനെ ഈ പാറ എന്തോ ആണ് വിചാരിച്ചിട്ട് ഞാൻ ഫുള്ള് കുഴിച്ചുണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോണ്ട് ഇവിടെ വലിയൊരു കാല് നിൽക്കുന്നത്. എന്നിട്ട് ആ കാലൊക്കെ കൂടി ഇങ്ങനെ മാന്തി തുളച്ചിങ്ങനെ പോയപ്പോൾ ഇവിടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. നല്ല വലിയ സ്റ്റാച്ചു കണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകാനും വയ്ക്കും. അങ്ങനത്തെ വഴിയാണ് സ്റ്റാച്ചു. ഞാൻ അവിടുന്ന് തന്നെ അങ്ങോട്ടാണ് കുഴിച്ച് വന്നിരുന്നെങ്കിൽ നേരെ കണ്ടുപിടിക്കാൻ. ഞാൻ കുറേ വട്ടം തിരിഞ്ഞ് കുഴിച്ച് വന്നതുകൊണ്ട് പെട്ടെന്നായിട്ട് കിട്ടിയില്ല. ഞാൻ വെച്ച ഫ്ലാഗൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് ഇവിടെ ഒരു ഫ്ലാഗ് വെക്കാം. ഫ്ലാഗ് പറഞ്ഞാൽ സേവ് ചെയ്യാണ്. ഞാൻ ഇതുവരെയാണ് ഇതിൽ ചെയ്തത്. ഫൈൻഡ് എ സ്റ്റാച്ചു കണ്ടില്ല, അത് 89% ആയി. പക്ഷെ എനിക്ക് അറിയണ അത് കൂടണ ചെയ്യും. ഞാൻ എന്താ ഇവിടെ ആക്കിയപ്പോണ്ട് കൂടി. അയ്യോ ഫൈൻഡ് പിയാനോ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഫൈൻഡ് സ്റ്റാച്ചു ആണ്. ഞാൻ ഇവിടുത്തെ ലൂട്ടൊക്കെ എടുത്ത് താക്കിടാം, പോയി എടുക്കാമല്ലോ. അപ്പോൾ ഈ പാർട്ടിൽ ഇത്ര ഉണ്ടായിട്ടുള്ളൂ.
റെക്കോർഡ് ചെയ്തൊക്കെ പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് കാണിക്കുന്നത്. അപ്പം ഇനി അടുത്ത പാട്ടിൽ ഞാൻ ബാക്കി എന്തൊക്കെ ചെയ്തതൊക്കെ കാണിച്ചു തരാം. സ്റ്റോറേജ് ഫുള്ളായത് ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ. അപ്പോൾ അടുത്ത പാട്ടിൽ ഞാൻ ബാക്കിയൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ അടുത്ത പാർട്ടിൽ നിങ്ങൾ ഒരു മാക്സിമം 10 ഷെയർ ചെയ്യും, ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഗൈസ്. നല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. നാളെ ഇതിൻ്റെ അടുത്ത പാട്ടായിട്ട് വരാം. ഓക്കെ, ബൈ, സീ യു.